കൊല്ലം എഴുകോൺ കൈതക്കോട് പൊട്ടക്കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി. CPM പൊരീക്കൽ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മണിയാണ് മരിച്ചത്. ഇയാളെ കഴിഞ്ഞ മാസം 24-ാം തീയതി മുതൽ കാണാനില്ലായിരുന്നു. മൃതദേഹം കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. 25/5 പുലർച്ചെ എഴുകോൺ പോലീസ് സ്റ്റേഷൻ വീട്ടിൽ പൊരീക്കൽ എന്ന സ്ഥലത്ത് കൈതക്കോട് ഭാഗത്തു നിന്നും കാണാതായിട്ടുള്ള മണി എന്ന് പറയുന്ന ആളുടെ മൃതദേഹമാണ് സമീപപ്രദേശത്തുള്ള ഒരു ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അന്ന് മുതൽ പോലീസ് വിശദമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും അന്വേഷിക്കുകയും സമീപപ്രദേശത്തുള്ള പാറക്കുളങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് മുങ്ങൽ വിത്തരെ വിളിച്ച് പരിശോധന നടത്തുകയും വേണ്ടി ചേരുന്നു. എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്ന് വളരെ ആദർശ്യമായിട്ട് ഈ കിണറ്റിൽ നിന്നും ഈ ബോഡി ലഭിച്ചിട്ടുള്ളത്. താമസ വീടിൻ്റെ 100 മീറ്റർ ചുറ്റളവിലുള്ള ഒരു കിണറ്റിൽ നിന്നാണ് ഈ ബോഡി കിട്ടിയിട്ടുള്ളത്. ബോഡിയുടെ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിൽ അയച്ച് പരിശോധന നടത്തും. മറ്റതിന് ദുരൂഹത മറ്റോ ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം പരിശോധന ശേഷം മാത്രമേ അത് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, സംഭവത്തിന്റെ വിശദാംശങ്ങളും പോലീസ് അന്വേഷണത്തിന്റെ വിവരങ്ങളും. ധന്യ, 24-ാം തീയതി രാത്രിക്ക് ശേഷം ഇപ്പോൾ ഈ മൃതദേഹം ലഭിച്ചിരിക്കുന്ന മണിയെ മറ്റാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഇയാളുടെ താമസം. അപ്പോൾ ആ വീട്ടിൽ 25-ാം തീയതി സഹോദരങ്ങളും മറ്റുമൊക്കെ വന്ന് നോക്കുന്ന സമയത്ത് മണിയെ കണ്ടില്ല. തുടർന്ന് എഴുകോൺ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് ആദ്യഘട്ടത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വീട്ടിലെ പരിശോധനയിലാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി. ഇതോടുകൂടെ ആത്മഹത്യയ്ക്ക് ഒരു ശ്രമം ഉണ്ടായോ എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമീപത്ത്, ഇയാളുടെ വീടിന്റെ സമീപത്ത് പാറക്കുളവും മറ്റുമൊക്കെ ഉണ്ട്. അവിടെ ഈ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും സമീപ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുമ്പോഴാണ് യാദൃശ്ചികമായി നാട്ടുകാർ ആ സമീപത്തെ വീടിന് സമീപത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തി മൃതദേഹം പുറത്തെടുത്തപ്പോൾ തന്നെ ഇയാളുടെ സഹോദരൻ അത് കണ്ട് തിരിച്ചറിയുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ദുരൂഹതയൊന്നും ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇനിയിപ്പോൾ അതിലൊരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് കൂടെ പുറത്ത് വരേണ്ടതുണ്ട്.